ഹലോ, എല്ലാവർക്കും നമസ്കാരം. NH-66 തുറവൂർ തൊട്ട് ചേർത്തല റെയിൽവേ സ്റ്റേഷൻ കഴിയുന്നിടം വരെയുള്ള ഏകദേശം ഒരു 12 കിലോമീറ്ററോളം ദൂരത്തെ അപ്ഡേറ്റ്സ് ആണ് ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് തുറവൂർ ജംഗ്ഷനിലാണ്. തുറവൂരിൽ നിന്ന് ആലപ്പുഴ ഡയറക്ഷനിലേക്കാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. ഈ വലതുവശത്ത് കാണുന്നതാണ് തുറവൂർ മഹാക്ഷേത്രം. തുറവൂർ നരസിംഹസ്വാമി ക്ഷേത്രമാണിത്. 12.75 കിലോമീറ്റർ നീളമുള്ള അരൂർ തുറവൂർ എലിവേറ്റഡ് ഹൈവേയുടെ തുറവൂർ ഭാഗത്തെ ലാൻഡിംഗ് ഇവിടെയാണ്. ഇവിടെ വർക്കുകൾ നല്ല രീതിയിൽ പുരോഗമിക്കേണ്ടിയിരിക്കുന്നു. എലിവേറ്റഡ് ഹൈവേയിൽ നിന്നുള്ള ലാൻഡിങ്ങിന്റെ വർക്കുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ആകെ പില്ലറുകളുടെ വർക്കുകൾ മാത്രമാണ് തുടങ്ങിയിട്ടുള്ളത്. ഇവിടം തൊട്ട് 6 വരിപ്പാതയുടെ വർക്കുകൾ നല്ല ലെവലിൽ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സർവീസ് റോഡുകളുടെ വർക്കുകൾ പൂർത്തിയായിട്ടുണ്ട്. ഇപ്പൊ നമ്മളിത് 6 വരിപ്പാതയിലേക്ക് എൻ്റർ ചെയ്തിരിക്കുകയാണ്. ഈ കാണുന്നതാണ് FOB, ഫുട് ഓവർ ബ്രിഡ്ജ്. കാൽനട യാത്രക്കാർക്ക് ഈ ഒരു ബ്രിഡ്ജിലൂടെ റോഡിന്റെ ഇരുവശത്തേക്കും യാത്ര ചെയ്യാൻ കഴിയും. തുറവൂർ മുതൽ ആലപ്പുഴ വരെ 18ഓളം ഫുട് ഓവർ ബ്രിഡ്ജുകൾ ഉണ്ടെന്നാണ് അറിയുന്നത്. ഇത്രയും വലിയ റോഡ് ക്രോസ് ചെയ്യാനായിട്ട് ഇതുപോലെയുള്ള FOBകൾ യൂസ് ചെയ്യുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ ഇതുപോലെയുള്ള വലിയ റോഡുകൾ മുറിച്ചു കടക്കുമ്പോൾ ആക്സിഡന്റുകൾ ഉണ്ടാവാനുള്ള ചാൻസുകൾ വളരെ കൂടുതലാണ്. ഈ ഒരു റീച്ചിലെ ആദ്യത്തെ FOB വന്നിട്ടുള്ളത് അലൈക്കാംപറമ്പിലാണ്. ഈ പോകുന്ന 3 വരിയുടെ പണികൾ പൂർണ്ണമായും കഴിഞ്ഞിട്ടുണ്ട്. വലതുവശത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് കോൺക്രീറ്റ് സ്ലാബുകൾ പണിഞ്ഞു വെച്ചിരിക്കുന്നതാണ്. സർവീസ് റോഡിന്റെ പണികൾ ഏറെക്കുറെ കഴിഞ്ഞിട്ടുണ്ട്. മീഡിയന്റെയും ക്രാഷ് ബാരിയറുകളുടെയും വർക്കുകളെല്ലാം ഏറെക്കുറെ കഴിഞ്ഞിട്ടുണ്ട്. കുറച്ച് നാളുകൾക്ക് മുൻപ് ഈ ഒരു റോഡിലൂടെ പോകാനായിട്ട് വളരെ ബുദ്ധിമുട്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ വളരെ പെട്ടെന്നാണ് നമുക്ക് ഈ റോഡിലൂടെ പോകാൻ സാധിക്കുന്നത്. വളരെ ഫാസ്റ്റ് ആയിട്ടാണ് ഇവിടുത്തെ വർക്കുകൾ പുരോഗമിക്കുന്നത്. 1-2 മാസങ്ങൾക്കുള്ളിൽ തന്നെ 6 വരിപ്പാതയുടെയും സർവീസ് റോഡുകളുടെയും പണികൾ പൂർത്തിയാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പുത്തൻചന്ത ഭാഗത്താണ് അടുത്ത FOB വന്നിട്ടുള്ളത്. ഇതിന് ലെഫ്റ്റ് സൈഡിലായിട്ടൊരു പള്ളിയുണ്ട്. അതുപോലെ തന്നെ തൊട്ടടുത്ത് മിൽമയുമുണ്ട്. ഇവിടുന്ന് ഡീവിയേറ്റ് ചെയ്ത് വീണ്ടും നമ്മൾ സർവീസ് റോഡിലേക്ക് കയറുകയാണ്. നേരെ കാണുന്നതാണ് പത്മാക്ഷികവല അണ്ടർപാസ്. ഇവിടെയാണ് ഇനിയുള്ള പണികൾ പൂർത്തീകരിക്കാനുള്ളത്. ഇവിടെ പെൻഡിങ് ആയിട്ടുള്ളത് അണ്ടർപാസിന്റെ ഏരിയയിൽ മണ്ണിട്ടുയർത്തുന്ന പരിപാടികളാണ്. ഇവിടെ വലിയ രീതിയിൽ പണികൾ പുരോഗമിക്കുന്നുണ്ട്. സർവീസ് റോഡിന്റെയും അതുപോലെ തന്നെ ഡ്രെയിനേജിന്റെയും പണികൾ ഏറെക്കുറെ ഇവിടെ പൂർത്തീകരിച്ചിട്ടുണ്ട്. ഈ വലതുവശത്താണ് ഇനിയും വർക്കുകൾ നടക്കുന്നത്. നമുക്കത് കണ്ടുപോകാം. ഇതാണ് പത്മാക്ഷികവല. ഇതാണ് അണ്ടർപാസ്. ചെറിയൊരു അണ്ടർപാസ് ആയിട്ടാണ് കാണാൻ കഴിയുന്നത്. ഇവിടുത്തെ റെയിറ്റെയിനിങ് വോളിന്റെ വർക്കുകളെല്ലാം ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുള്ളതായിട്ടാണ് കാണുന്നത്. ഇനി മണ്ണിട്ടുയർത്തുക, അതുപോലെ തന്നെ ഇത് ഉറപ്പിക്കുക എന്നുള്ള പരിപാടികളൊക്കെയാണ് ബാക്കിയുള്ളത്. അതുകൂടി കഴിഞ്ഞാൽ ഈ ഒരു 6 വരിപ്പാത യാത്രായോഗ്യമായി മാറും. ഇവിടെയെല്ലാം വർക്കുകൾ നല്ല തകൃതിയായിട്ട് തന്നെ നടക്കുകയാണ്. JCB അതുപോലെ തന്നെ ലെവലർ മെഷീനുകളും കൊണ്ടൊക്കെയുള്ള വർക്കുകൾ പുരോഗമിക്കുന്നത് നമുക്ക് ഇതിലൂടെ കാണാൻ കഴിയുന്നുണ്ട്. വീണ്ടും ഇവിടെ റോഡ് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. 6 വരിപ്പാതയിൽ കയറാതെ ഇതുപോലെ സർവീസ് റോഡിലൂടെ പോകേണ്ടി വരുന്നു. അത് കഴിഞ്ഞ് നമ്മളിപ്പോൾ 6 വരിപ്പാതയിലേക്ക് എൻ്റർ ചെയ്തിരിക്കുകയാണ്. വീണ്ടും ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നു 6 വരിയുടെ പണികളെല്ലാം ഏറെക്കുറെ നന്നായി പൂർത്തീകരിച്ചതായിട്ട്. ഒരു സൈഡിൽ ലോറികളെല്ലാം നിർത്തിയിട്ടിട്ടുണ്ട്. പലപ്പോഴും ഇപ്പോൾ 6 വരിപ്പാതയിൽ കാണുന്ന അപകടങ്ങൾ ഇങ്ങനെ വലിയ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത് മൂലവും അശ്രദ്ധമായി വാഹനം ഓടിക്കുന്നതും കൊണ്ടാണ്. ഇനിയിപ്പോൾ വരുന്നത് വയലാർ കവലയാണ്. ഇവിടെയും ഒരു അണ്ടർ പാസേജ് ഉണ്ട്. 6 വരിയിൽ നിന്ന് ഇപ്പോൾ നമ്മൾ ഡീവിയേഷൻ എടുത്ത് വീണ്ടും സർവീസ് റോഡിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഈ ഒരു ഏരിയയിൽ പണികളൊന്നും പുരോഗമിച്ചതായിട്ട് കാണാൻ സാധിക്കുന്നില്ല. ഒരു 2 മാസം മുമ്പ് എങ്ങനെയായിരുന്നോ അതുപോലെ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. ഇവിടെ റോഡുകളുടെ പണിയെല്ലാം നേരത്തെ തന്നെ പൂർത്തിയായിട്ടുള്ളതാണ്. ഇനി ഇവിടെ പെൻഡിങ് ആയിട്ട് നിൽക്കുന്നത് മണ്ണിട്ടുയർത്തുന്ന പണികളാണ്. ഈ കാണുന്നതാണ് വയലാർ കവല അണ്ടർ പാസേജ്. റൈറ്റ് സൈഡിൽ സ്കൂളുണ്ട്. ഇവിടെ ഇരുവശങ്ങളിലും പണികൾ പുരോഗമിച്ചിട്ടില്ല. ഇവിടെ 6 ബ്ലോക്കുകളാണ് യൂസ് ചെയ്യുന്നത് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇനി ഇത് കഴിഞ്ഞാലുള്ള പ്രധാനമായിട്ടുള്ള അണ്ടർ പാസേജ് എന്ന് പറഞ്ഞാൽ തങ്കിപ്പള്ളിയിലേക്ക് പോകുന്ന അണ്ടർപാസ് ആണ്. തുറവൂർ തൊട്ട് ചേർത്തല റെയിൽവേ സ്റ്റേഷൻ വരെയുള്ള ദൂരം ഏകദേശം ഒരു 12 കിലോമീറ്ററോളമാണ്. ഇവിടെ എല്ലാം തന്നെ റോഡിന്റെ പണികൾ കംപ്ലീറ്റ് ആയിട്ടുള്ളതായിട്ടാണ് കാണാൻ കഴിയുന്നത്. ഫൈനൽ ടാറിങ്ങും അതുപോലെ മീഡിയന്റെ വർക്കുകളും ഒക്കെയാണ് പെൻഡിങ് ആയിട്ടുള്ളത്. ഈ ഒരു റീച്ചിലെ ഏറ്റവും പെൻഡിങ് ആയി കിടക്കുന്ന വർക്കുകൾ എന്ന് പറഞ്ഞാൽ ഈ അണ്ടർ പാസേജിന്റെ മുകളിലൂടെ പോകാൻ വേണ്ടി മണ്ണിട്ടുയർത്തുന്ന പണികളാണ്. പ്രധാനമായും 3 അണ്ടർ പാസേജുകളാണ് ഇവിടെ വരെ ഉള്ളത്. പത്മാക്ഷികവല, വയലാർ കവല, തങ്കിപ്പള്ളി അണ്ടർ പാസേജുകളാണ്.
KCC ബിൽഡ്കോൺ കമ്പനിയാണ് ഇതിൻ്റെ വർക്കുകൾ ചെയ്യുന്നത്. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഒരു CNG പമ്പുണ്ട്. ഇവിടെയും വർക്കുകളുടെ കാര്യത്തിൽ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. 2-3 മാസങ്ങൾക്ക് മുൻപ് എങ്ങനെയായിരുന്നോ അതുപോലെ തന്നെയാണ് ഉള്ളത്. നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് തങ്കിപ്പള്ളി അണ്ടർ പാസേജിൻ്റെ അടുത്താണ്. അടുത്ത പ്രധാനമായ അണ്ടർ പാസേജിൻ്റെ അടുത്തേക്കാണ് നമ്മളിപ്പോൾ എത്തുന്നത്. അതായത് ചേർത്തല അണ്ടർ പാസേജ് ആണ് ഇത്. ഈ ഒരു അണ്ടർ പാസേജിന് അടുത്ത് നിന്ന് ലെഫ്റ്റിലേക്ക് പോകുന്ന റൂട്ട് പ്രധാനമായും ചേർത്തല ടൗണിനെ ബന്ധിപ്പിക്കുന്ന റൂട്ടാണ്. ചേർത്തല ട്രാൻസ്പോർട്ട് സ്റ്റാൻഡ്, പ്രൈവറ്റ് സ്റ്റാൻഡ്, ചേർത്തല കാർത്യായനി ക്ഷേത്രം, കോടതി, ഇവിടേക്കെല്ലാം ഈ റൂട്ടിലൂടെയാണ് പോകാൻ കഴിയുന്നത്. ഇതുകൂടാതെ മറ്റനേകം ബൈ റോഡുകൾ ഈ റൂട്ടിലൂടെയുണ്ട്. ഇപ്പോൾ നമ്മളിതാ ചേർത്തല അണ്ടർ പാസേജിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. ഇവിടുന്ന് മുന്നോട്ട് പോയാൽ ചേർത്തല റെയിൽവേ സ്റ്റേഷനാണ്. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് കാർത്യായനി ബാർ. NHലൂടെ പോകുമ്പോൾ ഒരു ലാൻഡ് മാർക്കായിട്ടാണ് നേരത്തെ ഇതിനെ കണ്ടിരുന്നത്. ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾ കമൻസ് ഒക്കെ എന്തായാലും ഇടണേ. ഒപ്പം ഈ റൂട്ടിലുള്ള സ്ഥലങ്ങളെ പറ്റി നിങ്ങൾക്കറിയാമെങ്കിൽ അതും കൂടെ കമൻസിലൂടെ ഒന്ന് പറഞ്ഞു തരണേ. ഇവിടുന്ന് മുന്നോട്ട് വർക്കുകളെല്ലാം തന്നെ പൂർത്തിയായിരിക്കുകയാണ്. ഈ ഒരു റോഡിലൂടെ പോകുമ്പോൾ ഒരു റൺവേ തരത്തിലുള്ള എക്സ്പീരിയൻസ് ആണ് ഫീൽ ചെയ്യുന്നത്. ഇവിടേക്ക് വരുമ്പോൾ വീണ്ടും നമുക്ക് റൈറ്റ് സൈഡിൽ കോൺക്രീറ്റ് ബ്ലോക്കുകൾ ബിൽഡ് ചെയ്ത് വെച്ചേക്കുന്നത് കാണാൻ പറ്റുന്നുണ്ട്. ഈ ബ്ലോക്കുകളാണ് ക്രാഷ് ബാരിയറുകളായിട്ടും മീഡിയനായിട്ടും കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്യുന്നത്. റൈറ്റ് സൈഡിലായിട്ട് നമുക്കിപ്പോൾ ചേർത്തല റെയിൽവേ സ്റ്റേഷൻ കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെ വരെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. ഇവിടെയെല്ലാം റോഡിൻ്റെ ടാറിംഗ് വർക്കുകളെല്ലാം പൂർണ്ണമായും കഴിഞ്ഞിട്ടുണ്ട്. പണ്ട് ഈ ഒരു റെയിൽവേ സ്റ്റേഷന് നല്ല രീതിയിൽ ഫ്രണ്ടേജ് ഉണ്ടായിരുന്നു. NHന്റെ വരവോടെ റെയിൽവേ സ്റ്റേഷൻ ഇപ്പോൾ മെയിൻ റോഡിനോട് തൊട്ടരികെയാണ് നിൽക്കുന്നത്. ഇപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ്റെ കവാടം. എറണാകുളം ആലപ്പുഴ റൂട്ടിലെ മെയിൻ ആയിട്ടുള്ള ഒരു റെയിൽവേ സ്റ്റേഷനാണ് ചേർത്തല റെയിൽവേ സ്റ്റേഷൻ. നമുക്കിപ്പോൾ അവിടെ ഒരു ട്രെയിൻ നിർത്തിയിട്ടിട്ടുള്ളത് കാണാം. എന്ത് മനോഹരമായ കാഴ്ചയാണല്ലേ. ഇവിടുന്ന് മുന്നോട്ട് പോകുമ്പോൾ റൈറ്റ് സൈഡിലേക്ക് പോകുന്നതാണ് ആർത്തുങ്കൽ പള്ളിയിലേക്ക് പോകുന്ന പ്രധാന വഴി. അടുത്ത വീഡിയോയായിട്ട് നമുക്ക് വീണ്ടും കാണാം. ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് കട്ട സപ്പോർട്ട് കൂടെ ഉണ്ടാവണം.